ഹലോ, ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. പാലക്കാടാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് വാമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. പാലക്കാട് വന്നപ്പോൾ നമ്മൾ കാണാൻ തീരുമാനിച്ച 2-3 സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു വാമല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇതാ നല്ല തിരക്കുണ്ട്. നമ്മളിതാ മലേൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുത്തനെ തന്നെയാണ് ഈ ഒരു മലയുള്ളത്. കരുവോട്ടു വാമല എന്നാണ് ഈ മലയുടെ ശരിക്കുള്ള പേര്. ഇത് ചുരുക്കിയിട്ടാണ് വാമല എന്ന് പറയുന്നത്. 5 to 7 വരെയാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ടൈമിങ് കേട്ടോ. അമ്പലത്തിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ കയറുന്നില്ല, പുറത്തുള്ള കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇതാ എൻ്റെ ഫ്രണ്ട്സാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് കാണുന്നത് ഒരു വലിയൊരു മലയാണ്. ഒരുപാട് പാറ അടങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പകുതി കയറിയപ്പോഴേക്ക് കുറച്ച് അങ്ങനെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ടയേർഡായിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇതാണ് കേട്ടോ ആ വാമല എന്ന് പറയുന്ന അമ്പലം. അതായത് ഈ അമ്പലം നമ്മൾ ഒരുപാട് റീൽസിലും അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ ഈ ഒരു അമ്പലവും അതുപോലെ തന്നെ ഈ ഒരു പാലമരം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മളിതാ മല കയറി ഏകദേശം അമ്പലത്തിൻ്റെ മുൻസൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സുബ്രഹ്മണ്യ അല്ലെങ്കിൽ മുരുകനെ ബാലക രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ. ഉത്സവത്തിന് ഇവിടെ ആനയടക്കം ഇതിൻ്റെ മുകളിൽ കയറി വരാറുണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയം ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്, വൈകുന്നേരം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ ഈ ഒരു കാഴ്ചയാണ്. അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരു മഞ്ഞ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ കൊല്ലംകോടൊക്കെ കറങ്ങി വന്നുകൊണ്ടാണ് നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാത്തത്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ടാണ് തൊഴുതത് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പാലമരമാണ് ഉള്ളത്. ഇവിടെ തന്നെയാണ് നന്നങ്ങാടിയും ഉണ്ട് എന്ന് പറയുന്നത്. നന്നങ്ങാടി എന്ന് പറയുന്ന സംഭവം ഈ പാലമരത്തിൻ്റെ അടിയിലായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഫുള്ള് ഇവിടെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. ഈ ഒരു അമ്പലം ഒരു പ്രത്യേക രീതിയിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയൊരു അമ്പലം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നെല്ലിയാമ്പതി മലനിരകൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിന് ചുറ്റും നെൽവയലുകളാണ് ഉള്ളത്. നമ്മൾ ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൺസെറ്റ് കാണാൻ പറ്റി. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മലകളൊക്കെ നെല്ലിയാമ്പതി ഭാഗത്ത് പെട്ട മലനിരകളാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ തോന്നും, അത്രയ്ക്കും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല റിലാക്സ് ആൻഡ് കൂൾ ആൻഡ് മൈൻഡ് ഭയങ്കര ഫ്രഷ് ആക്കാനൊക്കെ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്. പാലക്കാട് വരുമ്പോൾ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വാമല കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും പാലക്കാട് വരുമ്പോൾ വരിക. അങ്ങനെ നമ്മൾ വാമലയോട് വിട പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചിങ്ങൻചിറ അമ്പലത്തിലേക്കാണ്. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആൽമരങ്ങളുണ്ട്. അതിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുമുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഓരോ വഴിപാടുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വഴിപാട് എന്ന് പറയുന്നത് മൃഗബലിയാണ്. മൃഗബലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴി അതുപോലെ ആട് അതിനൊക്കെയാണ് ഇവിടെ ഫുഡാക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഇവരെല്ലാതും ഇവിടുന്ന് കഴിക്കുന്നതും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് വ്ലോഗ് കാണാം. ടാറ്റാ, ബൈ.